പാലാ നഗരത്തിൽ അന്തിയുറങ്ങുന്നവരെ മരിയ സദനത്തിലേക്ക് മാറ്റി നഗരസഭ. നഗരം യാചകമുക്ത മേഖലയാക്കുകയാണ് നഗരസഭ ലക്ഷ്യമിടുന്നതെന്ന് ചെയർമാൻ തോമസ് പീറ്റർ പറഞ്ഞു. പാലാ നഗരത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ കടത്തിണ്ണകളിൽ അന്തിയുറങ്ങുന്നവരെയും യാചകരെയും പുനരധിവാസ കേന്ദ്രമായ മരിയ സദനത്തിലേക്ക് മാറ്റി പാലാ നഗരസഭ. മുനിസിപ്പൽ ആരോഗ്യ വിഭാഗം ജീവനക്കാരുടെ നേതൃത്വത്തിലാണ് വിവിധ പ്രദേശങ്ങളിൽ അന്തിയുറങ്ങുന്നവരെ നീക്കം ചെയ്തത്. രാത്രി 8 മണിയോടെ ആരംഭിച്ച പരിശോധനയിൽ 1.5 മണിക്കൂർ കൊണ്ട് 14 പേരെ നീക്കം ചെയ്തു. പാലാ കുരിശുപള്ളി ജംഗ്ഷൻ, ഓപ്പൺ സ്റ്റേജ്, പഴയ സ്റ്റാൻഡ്, കൊട്ടാരമറ്റം ബസ് സ്റ്റാൻഡ്, തെക്കേക്കര നഗരത്തിലെ മറ്റ് വ്യാപാര സ്ഥാപനങ്ങളുടെ സ്ഥലങ്ങൾ എന്നിവ കേന്ദ്രീകരിച്ച് താമസിച്ചിരുന്നവരെയാണ് നഗരസഭ പിടികൂടിയത്. നഗരസഭയുടെ ആംബുലൻസിൽ കയറാൻ മടി കാണിച്ചവരെ നിർബന്ധപൂർവ്വം കൊണ്ടുപോകേണ്ടി വന്നു. നഗരസഭാ ചെയർമാൻ തോമസ് പീറ്റർ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സാബിയോ കാവുകാട്ട്, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോസ് ചീരാങ്കുഴി എന്നിവരുടെ നേതൃത്വത്തിൽ ആയിരുന്നു നടപടികൾ. മരിയ സദനത്തിൽ പ്രവേശിക്കപ്പെടുന്ന ഇവർക്ക് മരുന്നും ഭക്ഷണവും ലഭ്യമാക്കും. നഗരം യാചകമുക്ത മേഖലയാക്കുകയാണ് നഗരസഭ ലക്ഷ്യമിടുന്നതെന്ന് ചെയർമാൻ തോമസ് പീറ്റർ പറഞ്ഞു. പാലാ നഗരസഭയുടെ യാചക പുനരധിവാസ പദ്ധതി അനുസരിച്ച് പാലാ നഗരസഭയിൽ അലഞ്ഞു തിരിഞ്ഞ് ശല്യമുണ്ടാക്കുന്ന യാചകരെയൊക്കെ ഇവിടെ നിന്നും അവരെ കളക്ട് ചെയ്ത് മരിയ സദനത്തിൽ എത്തിക്കുകയും അവിടെ അവരെ അധിവസിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സമയമാണിത്. നമുക്ക് പലരുടെയും പരാതികൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഇന്നും പരാതികൾ ലഭിച്ചു. ഈ കുരിശുപള്ളി ഭാഗത്തും അതുപോലെ തന്നെ മറ്റ് സമീപ ഭാഗത്തും ഒക്കെ യാചകർ മദ്യപിച്ചിട്ട് ഒക്കെ മറ്റേ വഴിയാത്രക്കാർക്കും അതുപോലെ തന്നെ ഇതിലെ കുരിശുപള്ളിയിൽ വരുന്ന ആൾക്കാർക്കും ഒക്കെ ശല്യം ഉണ്ടാക്കുക എന്ന ധാരാളം പരാതികൾ ഞങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇവരെ ഇവിടെ നിന്നും കൊണ്ടുപോയി വളരെ കരുതലോടെയാണ് ഞങ്ങൾ കൊണ്ടുപോകുന്നത്. ഒരു ദോഷവും അവർക്ക് വരാത്ത രീതിയിൽ കൊണ്ടുപോയി മരിയ സദനത്തിൽ ഏൽപ്പിക്കുകയും അങ്ങനെ മരിയ സദനം അവരെ ശുശ്രൂഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യും. അവരുമായിട്ട് മുനിസിപ്പാലിറ്റി കോൺട്രാക്ട് വെച്ചിട്ടുണ്ട്. അതിന് ധനസഹായം മുനിസിപ്പാലിറ്റി അവർക്ക് ചെയ്യുന്നുമുണ്ട്. അങ്ങനെ അവരെ കൊണ്ട് ഇവരെ പരിരക്ഷിക്കാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. രാത്രി വൈകിയും പരിശോധനാ നടപടികൾ തുടരുകയാണ്. i4u ന്യൂസ്, പാലാ.